ജീവിതത്തിലെ പരിഹരിക്കപ്പെടാൻ കഴിയാത്ത, ജീവിതത്തിൽ ഒരിക്കലും മറുപടിയില്ലാത്ത എത്ര വലിയ വിഷയമായാലും, എത്ര വലിയ ചോദ്യം, ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിൽ ഏവർക്കും എന്റെ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 24 അധ്യായം നാം വായിക്കുമ്പോൾ ഒരു വേർഡ് നമുക്കിങ്ങനെ കാണുവാനായിട്ട് സാധിക്കുന്നു. അവൻ ഇവിടെ ഇല്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ആദ്യകാലത്ത് യേശുവിന്റെ കല്ലറയ്ക്കൽ സഹോദരിമാർ കടന്നു വരുമ്പോൾ, സുഗന്ധവർഗവുമായിട്ട് വരുമ്പോൾ അവർ തമ്മിൽ ചോദിക്കുകയാണ്, നമുക്ക് വേണ്ടി ആർ കല്ലുരുട്ടി മാറ്റും. വലിയ പ്രതിസന്ധിയാകുന്ന ഈ കല്ല് അവരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ആ ചോദ്യത്തിന്റെ മറുപടിയായി കല്ലറയുടെ അടുക്കൽ എത്തുമ്പോൾ അവർ കാണുന്നൊരു കാഴ്ച ഇപ്രകാരമാണ്: കല്ല് ഉരുട്ടി മാറ്റിയിരിക്കുന്നതും അതിന്മേൽ ദൈവത്തിന്റെ ദൂതനിറങ്ങിയിരുന്ന് പറയുന്നൊരു കാര്യമാണ്, അവൻ ഇവിടെയില്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിനകത്തും ഒരിക്കലും മറുപടിയില്ലാത്ത ഒത്തിരി ചോദ്യങ്ങളുണ്ടല്ലേ. എങ്ങനെ സാധ്യമാകും? എൻ്റെ വിഷയം എങ്ങനെ പരിഹരിക്കപ്പെടും? എനിക്കതിന് മറുപടി ഉണ്ടോ? മറുപടികളില്ലാത്ത ഒത്തിരി ചോദ്യങ്ങളുമായിട്ട് നാം കർത്താവിനോട് ചോദിക്കാറുണ്ട്. പക്ഷേ കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ഏത് വലിയ ചോദ്യങ്ങൾക്കുമുള്ള ഏക ഉത്തരം കർത്താവായ യേശുക്രിസ്തുവാണ്. ഇന്ന് ഈ ഒരു ദൈവവചന ഭാഗം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, നിങ്ങൾ ദൈവിക സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ. ജീവിതത്തിലെ പരിഹരിക്കപ്പെടാൻ കഴിയാത്ത, ജീവിതത്തിൽ ഒരിക്കലും മറുപടിയില്ലാത്ത എത്ര വലിയ വിഷയമായാലും, എത്ര വലിയ ചോദ്യങ്ങളായാലും അതിനേക മറുപടി കർത്താവ് മാത്രമാണ്. വിശ്വസിക്കാൻ തയ്യാറാകുമോ? 3-ാം ദിവസം യേശു കർത്താവ് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റെങ്കിൽ ഇന്നും നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുകയാണ്. അതുകൊണ്ട് ഒരു വിഷയത്തിനകത്തും മറുപടിയില്ലാതെ അവസാനിക്കാനല്ല, മറിച്ച് ദൈവം നമുക്ക് വേണ്ടി തന്നിരിക്കുന്ന ഏക ഉത്തരം അത് കർത്താവിലുണ്ട്. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാൻ കഴിയുമോ? കർത്താവെ, ഞാൻ ഏത് വിഷയത്തിനകത്താണോ ചോദ്യത്തോടെ ആയിരിക്കുന്നത്, ഏത് വിഷയമാണോ എനിക്ക് പരിഹാരമില്ലാതെ ഇരിക്കുന്നത്, മറുപടിയില്ലാതെ ഞാൻ ഭാരപ്പെടുന്നത്, അത് കർത്താവിൽ പൂർണ്ണമായി നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ, കർത്താവിൽ പൂർണ്ണമായി നാം ആശ്രയിക്കാൻ കഴിഞ്ഞാൽ, എത്ര ഉയർക്കത്തില്ല എന്ന് പറഞ്ഞ വിഷയമായാലും, എത്ര ഇമ്പോസിബിളായി നിൽക്കുന്ന വിഷയമായതിനകത്തായാലും ദൈവത്തിന്റെ പോസിബിലിറ്റി, ദൈവത്തിന്റെ സാധ്യതകളെ നമുക്ക് കാണാനായിട്ട് കഴിയും. അതുകൊണ്ട് യേശുവിന്റെ ഉയർപ്പിൽ വിശ്വസിക്കുക, യേശുവിൽ വിശ്വസിക്കുക. ഈ സന്ദേശം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അനുഗ്രഹമായി വിശ്വസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ. ഹാവ് എ ബ്ലെസ്ഡ് ഡേ. ആമേൻ.